ഹായ് സ്റ്റുഡൻസ്. അപ്പം നാറ്റയുടെ 4th വീക്ക് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നാറ്റയുടെ എക്സാം ഓരോ വീക്ക് കഴിയും തോറും ആ എക്സാം പാറ്റേണിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് മറ്റ് കാര്യങ്ങൾ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നാറ്റേനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വീക്കിലും എക്സാം പാറ്റേൺ സിമിലർ ആണ്. പാറ്റേൺ സിമിലർ ആണെന്ന് ഉദ്ദേശിക്കുന്നത് എക്സാമിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ടുകളൊക്കെ ചെറിയ ചെറിയ വേരിയേഷനെ വരുന്നുള്ളൂ, ഒരുപാട് ചേഞ്ചസ് വരുന്നില്ല. അതിനെപ്പറ്റി ഞാൻ കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. പക്ഷേ എക്സാമിൽ കിട്ടുന്ന ഹയസ്റ്റ് സ്കോറിന്റെ കാര്യത്തിൽ വേരിയേഷൻസ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ടഫ്നെസ്സിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എക്സാം പാറ്റേണിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കിന്റെ എല്ലാം സെയിം ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു എക്സാം ടഫ്നെസ്, അതായത് ഫസ്റ്റ് വീക്കിൽ നമുക്കിപ്പോൾ എക്സാം നടന്നപ്പോൾ കിട്ടിയ ഹയസ്റ്റ് സ്കോർ 96 സംതിങ് ആയിരുന്നെങ്കിൽ അത് സെക്കൻഡ് വീക്ക് ആയപ്പോൾ നമുക്കത് 102 വരെ സ്കോറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 102 ഔട്ട് ഓഫ് 120 ആണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക് ഒക്കെ ആയപ്പോൾ പ്രീവിയസ് സ്കോർ ആയിട്ടുള്ള 90-95 റേഞ്ചിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കുട്ടികളുടെ സ്കോർ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചില ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എത്ര ചോദിച്ചെന്ന് പറയുകയാണെങ്കിൽ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 6 to 7 ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 10 to 15 ക്വസ്റ്റ്യൻസ്, GK 5 ക്വസ്റ്റ്യൻസ്, ആർക്കിടെക്ചർ GK 5 to 7 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് 5 to 6. അതിൽ തന്നെ ഇംഗ്ലീഷിൽ പാരഗ്രാഫ് തന്നിട്ട് ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇത്തവണത്തെ എക്സാംസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കൊരു അപ്ഡേറ്റ് ആയിട്ട് പറയേണ്ടത്. കഴിഞ്ഞ വീക്കിലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വീക്കിൽ അങ്ങനെ പാസേജ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇംഗ്ലീഷൊക്കെ ഷുവറായിട്ട് ശരിയാക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇനി ഡ്രോയിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പോൾ ഒരു ആർക്കിടെക്ചറിന്റെ എക്സാമിന്റെ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എക്സ്പെക്ട് ചെയ്യണത് പേഴ്സ്പെക്റ്റീവ് സ്കെച്ചിങ്, അതായത് 1 point പെർസ്പെക്റ്റീവ്, 2 point പെർസ്പെക്റ്റീവ്, 3 point പെർസ്പെക്റ്റീവ് ഒക്കെയാണ്. എങ്കിൽ പോലും നമ്മളെല്ലാവരും കവർ ചെയ്യുന്ന ടോപ്പിക് തന്നെയാണ് 2D കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ, 3D കോമ്പോസിഷൻ, അതിൻ്റെ എഫക്റ്റ് വിത്ത് ലൈറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുകളാണ് ഡ്രോയിങ്ങിൽ ചോദിച്ചു വരുന്നത്. അപ്പം നമ്മളവിടുത്തെ കുട്ടികളുടെ സ്കോർ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ആവറേജ് സ്കോർ എത്രയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടുത്തെ കുട്ടികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 85 to 95 ഇടയിലുള്ള ഒരു ആവറേജ് സ്കോറായിട്ട് ഞാനത് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ 85 to 95 ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. 100 അബവ് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. എന്നാൽ പോലും ഞാനൊരു ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ 85-95 അബവ് ആപ്റ്റിറ്റ്യൂഡ് മേടിക്കുക. ഡ്രോയിങ് ഒരു നല്ല സ്കോർ 60 അബവ് മേടിച്ചാൽ നല്ലൊരു സ്കോറായി മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 വീക്സിലെ ഹയസ്റ്റ് സ്കോറുകളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. 150 അബവ് കിട്ടിയിട്ടുള്ള 3 സ്റ്റുഡൻസ്, ബാക്കി 140 അബവ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസും വെച്ചിട്ടുണ്ട്. നമ്മൾ ഔട്ട് ഓഫ് 25 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഈ തൃശ്ശൂർ ബ്രാഞ്ചിൽ നിന്ന് എക്സാം എഴുതുന്നത്. അത്തരം കുട്ടികളുടെ റിസൾട്ടാണ് ഞാൻ വയ്ക്കുന്നത്. 25 പേരിൽ നിന്നാണ് ഇത്ര നല്ല റിസൾട്ട് വന്നിട്ടുള്ളത്. ബാക്കി കുട്ടികളാണെങ്കിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അവരുടെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കിട്ടുന്നതോടുകൂടി നമുക്ക് 25 സ്റ്റുഡൻസ് ക്രാഷ് ബാച്ചിൻ്റെ റിസൾട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. റിപ്പീറ്റേഴ്സ് ബാച്ച് കുട്ടികളുടെയും റിസൾട്ട് വന്നിട്ടില്ല, അതും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ.